ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ജൂലൈ 27-ാം തീയതിയാണ്. ഇപ്പോൾ രാവിലെ ഒരു 7 മണിയായിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ വിഹാൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ നമുക്ക് അവന് കുട്ടി സർപ്രൈസൊക്കെ കൊടുക്കാനായിട്ട് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ കുറച്ച് ബലൂണൊക്കെ വീർപ്പിച്ച് ഇവിടെ ഇടാം. പിന്നെ അവന് ഞാൻ പറഞ്ഞല്ലോ ഒരു വാട്ടർ ഗെയിമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഈ ഗെയിം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് അത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഒന്ന് പാക്ക് ചെയ്യണം. പിന്നെ കുറച്ച് ബലൂണുകളെല്ലാം ഉണ്ട്, അതൊക്കെ ഒന്ന് വീർപ്പിച്ചിട്ട് ഇവിടെ എല്ലാം ഒന്ന് നിരത്തിയിടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആളിതുവരെ എഴുന്നേറ്റിട്ടില്ല. അവനെ സർപ്രൈസായിട്ട് എണീറ്റ് വരുമ്പോഴേ സർപ്രൈസായിട്ട് ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ 1-2 കാര്യങ്ങളൂടെ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് ബർത്ത്ഡേക്കാരനെ എണീപ്പിക്കാം. അപ്പോൾ ബലൂണുകളൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഒത്തിരി ബലൂണൊന്നും ഇല്ല, 8 ബലൂണേ എന്തോ മേടിച്ചുള്ളൂ. അപ്പോൾ അതിനകത്തൊന്ന് 1-2 എണ്ണമൊക്കെ കിടുത്തേക്കുള്ളായിരുന്നു. അപ്പോൾ അതൊന്നും ശരിക്കും വീർപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പാക്ക് ചെയ്യാം. ഹായ്, അപ്പം നമ്മൾ ഇവിടെ ഏകദേശം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ആദ്യം വിചാരിച്ചത് ടേബിളിന് മുകളിൽ ഇതൊക്കെ വെക്കാമെന്നാണ്. പക്ഷേ അന്നേരത്തേക്കും അതെല്ലാം ഇങ്ങനെ ഓടി പോകും, ഇതെല്ലാം പറന്നു പോകും. അപ്പോൾ വിചാരിച്ചു അവൻ ഇറങ്ങി വരുമ്പം ഇവിടെ റൂമിലാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങി വരുമ്പം കുറച്ച് ബലൂണും അതിനിടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഗിഫ്റ്റൊക്കെ ഇരിക്കുന്നതാണോ സന്തോഷമാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബർത്ത്ഡേയുടെ പാട്ടിടും. ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള പാട്ട് നമ്മൾ ഇവിടെ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും പുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് എണീറ്റ് വന്നോളും. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് വിഹാന് സർപ്രൈസ് ചെയ്യിക്കാം. അങ്ങനെ സർപ്രൈസ് അല്ല, ഒരിക്കൽ പാട്ടൊക്കെ വെച്ച് കാത്തിരുന്ന് ഞങ്ങൾ ചമ്മിപ്പോയി. അവനിതാ രംഗപ്രവേശനം ചെയ്തത് വേറൊരു വഴിയിലൂടെ. അവൻ പാട്ടൊക്കെ കേട്ടപ്പോഴത്തേക്കാകെ പേടിച്ചുപോയി. ഉറക്കത്തിലല്ലേ, നല്ല ഉറക്കത്തിലായിരുന്ന ആൾ. അപ്പോൾ പെട്ടെന്ന് പാട്ട് കേൾക്കുന്നു, ഞങ്ങൾ പോയി വിളിക്കുന്നു, മോനെ വാ ബർത്ത്ഡേ ആയി വാ സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ആളങ്ങ് പേടിച്ചുപോയി. അവനേതോ കരയാൻ തുടങ്ങുന്നൊരവസ്ഥയെ വരെ എത്തി പേടിച്ചിട്ട്. പിന്നെ ഞങ്ങൾ സെറ്റാക്കി എടുത്തിട്ട് സർപ്രൈസ് ഉണ്ട് വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന് ആളെ സെറ്റാക്കി. വന്നപ്പോഴത്തേക്ക് ഓടി വന്ന് എൻ്റെ മടിയിലോട്ടങ്ങിരുന്നു. പിന്നെ പതുക്കെ ഗിഫ്റ്റൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആളങ്ങൊരു നമ്മുടെ ആ ഒരു വൈബിലോട്ടങ്ങ് എത്തി തുടങ്ങി. ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്ന് വന്നപ്പോൾ ഇങ്ങനെ ഒരു സർപ്രൈസ് കണ്ടപ്പം എന്താ ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്നൊന്നും അറിയാൻ വയ്യാത്തൊരു അന്താളിപ്പായിരുന്നു വിഹാൻ്റെ മുഖത്ത്. പിന്നെ പതുക്കെ ഓരോ ഗിഫ്റ്റായിട്ടൊക്കെ പൊട്ടിച്ച് നോക്കാനായിട്ടൊക്കെ തുടങ്ങി. ആദ്യം ഈ വാട്ടർ ടോയ് ഉണ്ടല്ലോ, വാട്ടർ ഗെയിം, ആ സംഭവമാണ് കിട്ടിയത്. പുള്ളി അതൊട്ട് എക്സ്പെക്റ്റ് ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ പുള്ളി അങ്ങ് ആകെ വണ്ടറടിച്ചു പോയി, ഈ സംഭവം എന്താണ് എന്നുള്ള രീതിയിൽ. പിന്നെ സംഭവം പിന്നെ അത് തുറന്നൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് മനസ്സിലായി. പിന്നെ കളിക്കുടുക്കയായി, ക്രയോണായി, പിന്നെ സ്നേക്ക് ലാഡറായി, ഇങ്ങനെ ഓരോന്നായിട്ട് ആൾ പൊട്ടിച്ചു നോക്കിയപ്പോൾ എനിക്ക് അത്ഭുതപ്പെടാൻ തോന്നിയത് എന്താണെന്നറിയോ, ജംസിൻ്റെ പാക്കറ്റ് കണ്ടാൽ വിട്ട് കളയാത്ത വിഹാൻ എല്ലാ ഗിഫ്റ്റിനകത്തും ഞാൻ ജംസിൻ്റെ പാക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ പാക്കറ്റ് വീതം ജംസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുപോലും അവൻ അപ്പോൾ പൊട്ടിക്കാനോ കഴിക്കാനോ അവൻ ശ്രമിച്ചില്ല. സാധാരണ ഇപ്പോൾ ഒരു മിഠായി കൊടുത്ത് അത് എത്ര ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നവനാണെങ്കിലും അവനപ്പം തന്നെ അത് പൊട്ടിച്ച് കഴിക്കും. ജെംസ് കണ്ടപ്പം പെട്ടെന്ന് ഒരു കൂസലും ഇല്ലാതെ അതെടുത്ത് അപ്പുറത്തോട്ട് മാറ്റിയിടുന്നു, അടുത്ത ഗിഫ്റ്റ് പൊട്ടിക്കുന്നു. അങ്ങനത്തെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആളുടെ ശ്രദ്ധ മുഴുവൻ എന്തൊക്കെയാണ് ഈ പൊതിക്കകത്തുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നമ്മളാണേലും അങ്ങനെയല്ലേ, നമുക്ക് ഗിഫ്റ്റ് കിട്ടുമ്പോഴത്തേക്ക് അതൊന്ന് തുറന്ന് നോക്കി അതിനകത്ത് എന്താണ്. ഇതിപ്പോൾ ഒരു കുഞ്ഞു സാധനമാണെങ്കിൽ എനിക്കിങ്ങനെ ഗിഫ്റ്റുകളൊക്കെ കടലാസിൽ പൊതിഞ്ഞ് കിട്ടുന്നത് എൻ്റെ കല്യാണത്തിനാണ്. ആ ഒരു അന്ന് കുറേ സമ്മാനങ്ങൾ കിട്ടി, വലുതും ചെറുതുമായിട്ടുള്ള കുറേ ബോക്സുകൾ. മിക്കതിലും ഈ കപ്പ് സോസറൊക്കെയാണ്, എങ്കിലും അത് വാങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനിങ്ങനെ ബർത്ത്ഡേ, ഞാനെന്നല്ല ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു ആഘോഷമായിട്ടൊന്നും അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. ഞങ്ങളാരും അങ്ങനെ ബർത്ത്ഡേ അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ല. ബർത്ത്ഡേയുടെ അന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വിഷ് ചെയ്യും, പിന്നെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് പറയും. സ്കൂളിലൊക്കെ പഠിക്കുമ്പം കുട്ടികൾക്കൊക്കെ പോയിട്ട് ഈ 50 പൈസയുടെ മിഠായി ഉണ്ടല്ലോ, മാംഗോ മിഠായി, അതൊരു പാക്കറ്റ് 50 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോകും. സ്കൂളിൽ ക്ലാസ്സിലെല്ലാ കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒക്കെ കൊടുക്കും. പിന്നെ കോളേജിലൊക്കെ ചെന്നപ്പോൾ ഈ 50 പൈസയുടെ മിഠായി എന്നൊരു പ്രൊമോഷൻ കിട്ടി, 1 രൂപയുടെ മെലഡിയിലോട്ട് മാറി. അത് ഒരു പാക്കറ്റ് വാങ്ങിച്ച് കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നു, ടീച്ചേഴ്സിനെല്ലാം സ്റ്റാഫ് റൂമിൽ കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ഒരു ബർത്ത്ഡേ ദിവസം തള്ളി നീക്കും. സത്യം പറഞ്ഞാൽ ബർത്ത്ഡേ അന്ന് രാവിലെ എണീക്കുമ്പോഴേ ചമ്മല.
എനിക്കാണെങ്കിൽ എന്നെ ഇങ്ങനെ വിഷ് ചെയ്യുമ്പോൾ എനിക്കങ്ങ് നാണം വരും. ആരെങ്കിലും പപ്പായും മമ്മിയൊക്കെ വന്നിട്ട് ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് നാണം വരും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാക്സിമം ഇങ്ങനെയുള്ള കാര്യത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞൊഴിഞ്ഞ് നിൽക്കുമായിരുന്നു. ഞാനും എൻ്റെ അനിയനും ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ബർത്ത്ഡേ എന്ന് പറയുന്ന വലിയ സംഭവമായിട്ടൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ ഇപ്പം ഞങ്ങൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്റ്റാറ്റസ് ഇടും, അങ്ങോട്ടും ഇങ്ങോട്ടും ബർത്ത്ഡേക്ക് ചുമ്മാ ഓരോ മെസ്സേജൊക്കെ അയക്കും. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് സത്യത്തിൽ കല്യാണം കഴിഞ്ഞിട്ടാണ് കേട്ടോ, എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടൊരു ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നത്. അത് എൻ്റെ കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു അഖിലിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാനും അച്ചാച്ചനും കൂടി ഒരു കേക്കൊക്കെ വാങ്ങിച്ച് അവന് ഷർട്ടൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ സർപ്രൈസായിട്ട് പോയി കേക്ക് കട്ട് ചെയ്തു. അന്നാണ് സത്യത്തിൽ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു കേക്ക് കട്ടിങ് ഒക്കെ നടക്കുന്നത്. സാധാരണ ഞങ്ങൾ വീട്ടിൽ കേക്ക് കട്ട് ചെയ്യുന്നത് എപ്പോഴാണ്, നമ്മുടെ ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ ഞങ്ങളെല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പാടിക്കൊണ്ടങ്ങ് കേക്ക് കട്ടി, അല്ലാതെ ഒരു കേക്ക് കട്ടിങ്ങോ പരിപാടികളോ ഒന്നും നടത്തിയിട്ടില്ല. പിന്നെ ഇപ്പം വിഹാൻ ഉണ്ടായതിന് ശേഷം ഞങ്ങൾക്ക് ബർത്ത്ഡേ ആയി, ആനിവേഴ്സറി ആയി, എല്ലാ പരിപാടിക്കുമായി. നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്ക് ഇതാ ഇവിടെ മീൻകളിപ്പാട്ടത്തിൻ്റെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞു. അയ്യോ ഒന്നും പറയണ്ട, അവന് ഭയങ്കര ഇഷ്ടമായി മീൻകളിപ്പാട്ടം. കുറേ നാളായിട്ട് പറയുന്നൊരു കാര്യമായിരുന്നു, എനിക്ക് ഈ മീൻകളിപ്പാട്ടം വേണം എന്നുള്ളത്. അത് കിട്ടിയപ്പോൾ ആശാന് ഭയങ്കര സന്തോഷമായി. പിന്നെ പുള്ളി ഫുൾ ചാർജിലെത്തി. ആദ്യം കളിക്കുടിക്കെ വലിയ മൈൻഡൊന്നും ചെയ്തില്ലെങ്കിലും പിന്നെ പുള്ളി അത് പതുക്കെ എടുത്തുന്ന തലോടിയൊക്കെ നോക്കി. ഒരു പിണക്കം ആർക്കും വേണ്ടല്ലോ. പിന്നെ ഇന്നത്തെ ബർത്ത്ഡേക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. നമ്മളിന്ന് കേക്ക് കട്ടിങ് ഒന്നും നടത്തുന്നില്ല. ആ കേക്കിനുള്ള പൈസയ്ക്ക് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും സഹായിക്കാവുന്നൊരു തീരുമാനം ഞങ്ങൾ അങ്ങെടുത്തു. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കേക്കൊന്നും കട്ട് ചെയ്യുന്നില്ല. ഇഷ്ടമായോ ഗിഫ്റ്റ് എല്ലാം? ഹാപ്പി ആയോ? സർപ്രൈസ് ആയോ? ഏതാ ഗിഫ്റ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ടെ? അതാണോ? അപ്പോൾ മീൻകളിപ്പാട്ടം ഒത്തിരി ഗിഫ്റ്റ് കിട്ടിയോ? നമുക്ക് ഉമ്മന്നെ അതെങ്ങനെയാ? അതിന് പ്രസ് ചെയ്യണോ? ഹാപ്പി ബർത്ത്ഡേ ചക്കരക്കുട്ടി. ബട്ടനെ പ്രസ് ചെയ്യ. 2 ബട്ടനെ ഈ മുത്തുകളെല്ലാം ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് വരും. ഇതാണ് കുഞ്ഞു പറഞ്ഞ വാട്ടർ ഗെയിമാ. അപ്പോൾ നമ്മൾ വിചാരിച്ചത്ര സർപ്രൈസ് ആയില്ല. ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് വന്നുകൊണ്ട് ആൾക്കാകെ പാട്ടൊക്കെ ഇട്ടപ്പോൾ അങ്ങ് ബഹളമായിപ്പോയി. പക്ഷേ ഉറക്കമൊക്കെ മാറിയപ്പോഴത്തേക്ക് സന്തോഷമായി. ഗിഫ്റ്റ് എല്ലാം കിട്ടിയപ്പോൾ പുള്ളി അങ്ങ് ഹാപ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1-2 പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടൊന്ന് റെഡിയായിട്ട് പുറത്തൊക്കെ ഒന്ന് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയുള്ള റെഡിയാവും. ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ രാവിലെ തന്നെ ഒട്ടും വൈകാതെ ഞാനും വിഹാനും വീട്ടിൽ നിന്ന് ഇറങ്ങി. 1-2 ഇടത്തൊക്കെ പോകാനുണ്ടായിരുന്നു, 1-2 കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അവനോട് നേരെ കോഴഞ്ചേരിയിലുള്ള സെൻറ്റ് ജോർജിൽ വന്നു. സെൻറ്റ് ജോർജിൽ വന്ന് വിഹാന് നല്ലൊരു ട്രീറ്റ്, ഒരു ബർത്ത്ഡേ ട്രീറ്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതെന്തായാലും അടിപൊളിയായിട്ട് നടന്നു കേട്ടോ. എന്താണെങ്കിലും നമ്മൾ കേക്ക് വാങ്ങുന്നില്ലെന്നൊരു തീരുമാനം എടുത്തല്ലോ. അപ്പോൾ പിന്നെ അവന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുക്കാമെന്നായി. അങ്ങനെ ഞങ്ങളൊരു വെജ് ന്യൂഡിൽസും പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസും ഒക്കെ ഓർഡർ ചെയ്തിട്ട് ഫുഡും വെയിറ്റ് ചെയ്തിരിപ്പായി. കുറേ നേരത്തെ വെയിറ്റിങ്ങിനൊക്കെ ശേഷം ന്യൂഡിൽസും ചിക്കൻ ഫ്രൈഡ് റൈസും ഒക്കെ കിട്ടി. വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ടായിരിക്കും ഫുഡിനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. പ്രത്യേകിച്ച് ന്യൂഡിൽസ് വിഹാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കോഴഞ്ചേരിൽ 1-2 കടവഴിയൊക്കെ ഒന്ന് കറങ്ങി. പിന്നെ ബർത്ത്ഡേ ദിവസം അങ്ങനെ അങ്ങ് അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരു ഐസ്ക്രീം കഴിച്ച് ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ തോമസണിലേക്ക് വന്നു. അവിടുന്ന് ഒരു ഐസ്ക്രീമും കഴിച്ച് ഈ വർഷത്തെ ബർത്ത്ഡേക്ക് ബൈ ബൈ പറഞ്ഞു. അപ്പോൾ ഈ വർഷത്തെ ബർത്ത്ഡേ ഖതം ഹുദ. ഇനി അടുത്ത വർഷത്തെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.